എന്താ ഉമ്മാന്റെ പേര്? താന്നൂരാണല്ലേ? ഉമ്മാന്റെ വിഷമം ഉമ്മാന്റെ ഭർത്താവ് 21 കൊല്ലം പോലെ പ്രവാസി ചെയ്യുന്നില്ലേ? ഇപ്പൊ 4 കൊല്ലമായി മരിച്ചിട്ട്. അപ്പൊ ഉമ്മാക്ക് 4 പെൺമക്കളല്ലേ? 3 പെൺകുട്ടികൾ. ഇപ്പൊ ഉമ്മാന്റെ വീട് ജപ്തിയിലാണ്, ലോൺ എടുത്തിട്ട്. നിങ്ങളെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ മുതലുണ്ടാക്കി ഞങ്ങള് സ്ഥലം വാങ്ങി പെരെടുത്തതാണ്. അപ്പൊ ഇപ്പൊ എന്താണ് ഇവർക്ക് അവകാശം ഉണ്ടായിട്ട് അനിയന്മാരും പെങ്ങന്മാരും പറയുന്നത്? അത് പെൺകുട്ടികളെ അതിന്റെ പേരിൽ അവർക്ക് അവകാശം ഉണ്ട് പറയേണ്ടത്. അപ്പൊ അവര് ഒപ്പിട്ടിരുന്നില്ല. ഓരോട് 4 കൊല്ലായി അവരെ വൈത്താല നടക്കണം, അവര് ഒപ്പിട്ടിരുന്നില്ല. ഇപ്പൊ ജപ്തി കൂടിക്കൊണ്ടിരിക്കുന്നു. പൈസ കൂടി 6-7 ലക്ഷം പലവരെയൊക്കെ വാങ്ങി അടച്ചു വിറ്റിട്ട് കടം വീട്ടണം. അതെ, ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ മോലെ ഒരാളെ അക്കും തറവാട് വക സ്വത്ത് ഒന്നുമല്ല. സത്യം പറഞ്ഞാല് ഈ ഒരു നിയമം കൊണ്ടുള്ള ഈ നിയമം എടുത്തു പോണം. ഒരു മക്കൾക്കും ഈ ഗതി വരരുത്. ഇതേമാതിരിയാണ് വാപ്പ മരിച്ചാല് വാപ്പ ജീവിച്ചിരിക്കുമ്പോ മകൻ മരണപ്പെട്ടാല് ആ മകന്റെ കുട്ടികൾക്ക് സ്വത്തില്ല. അത് തന്നെ, അതും എടുത്തു പോണം. ഈ 2 നിയമം നമ്മളെ മുസ്ലിം മതത്തിൽ എടുത്തു പോണം. ഞാനും എന്റെ മക്കളും അനുഭവിക്കുന്നത് ഇനി ഒരു മക്കളും ഒരു ഉമ്മയും അനുഭവിക്കരുത്. ആ കുട്ടികൾക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കണമെന്നാ പറയുന്നത്. പക്ഷേ മുതലിന്റെ ആർക്കുള്ള ആളുകൾ ഇങ്ങനെ കാണിച്ചാൽ എന്താ ചെയ്യാ? അതാണ് ഞങ്ങളും. അപ്പൊ നിങ്ങൾക്ക് ഞാനിത് ഒരു വക്കീലിനെ അയച്ചു കൊടുക്കാം. വക്കീലുമാര് പറയട്ടെ, അവര് നിയമസമയം തേടിയിട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടാ കടക്കെ പടച്ചം വീട്ടിൽ തരട്ടെ. കടം വീടണം. ഞങ്ങൾക്ക് ഇന്നും പാർക്കാൻ സുഖമില്ല, ബേജാറാണ്. ഈവനാസ് കൊടുക്കേണ്ട വക്കത്ത് എത്തിക്കണേ ഞാന്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. മലപ്പുറം ജില്ലയിലെ താന്നൂരിനടുത്തുള്ള ഒരു കുടുംബം. ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്ത് സമ്പാദിച്ച് വീടൊക്കെ ഉണ്ടാക്കി. ആ വീടിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ചുപോയി. പെൺമക്കൾ മാത്രം, 3 പെൺമക്കൾ മാത്രമേ ആ കുടുംബത്തിലുള്ളൂ. ഈ ഉമ്മ ആ പെൺമക്കളെ പോറ്റി വളർത്തി ഉമ്മ സ്വന്തമായി കഷ്ടപ്പെട്ട് ആ വീടും കുടുംബത്തെയും സംരക്ഷിച്ചു പോരുകയായിരുന്നു. അങ്ങനെ വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആ ഉമ്മ ബാങ്കിൽ നിന്നും മറ്റും ലോൺ എടുത്തു. സ്ഥലവും വീടും പണയം വെച്ച് ലോൺ എടുത്തിട്ട് വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കി. പക്ഷേ ആ കടം വീട്ടണമെങ്കിൽ ഇനി ആ ഉമ്മയ്ക്ക് ഈ വീടും പറമ്പും വിറ്റിട്ട് വേണം. അത് വിറ്റ് കുറച്ചും കൂടെ ഉള്ളോട്ട് വേറെ വീട് വെച്ച് മാറാനാണ്. കടം വീട്ടിയതിന് ശേഷം ബാക്കി പണം കൊണ്ട് വേറെ വീട് വെച്ച് താമസം മാറാനാണ് ഉദ്ദേശം. പക്ഷേ ഈ വീട് വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ വീടിനും പറമ്പിനും അവകാശികളായിട്ട് ഈ മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ രംഗത്ത് വരുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഈ വീട് വിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അത് ബാങ്ക് ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥയിലാണ്. ആ ഉമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള അഭ്യർത്ഥനയും ആവശ്യവും നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ഈ നിയമം മാറണം, മുസ്ലിമിൻ്റെ ഈ നിയമം ശരിയല്ല. അതിൻ്റെ കൂടെ തന്നെ മകൻ ആദ്യം മരണപ്പെടുകയും ബാപ്പ മരിക്കുന്നതിന് മുമ്പ് മകൻ മരിച്ച് മകൻ്റെ കുട്ടികൾ അനാഥരാകുകയും ചെയ്താൽ അനാഥരായ ആ കുട്ടികൾ അനാഥരായി തന്നെ തുടരുക. അവർക്ക് ഈ മരിച്ച ബാപ്പാക്ക് കിട്ടുമായിരുന്ന സ്വത്തിൻ്റെ യാതൊരു അംശവും ഈ പിതാമഹനിൽ നിന്ന് അവകാശമായി കിട്ടാതിരിക്കുക. ഇതും ഇസ്ലാമിക നിയമത്തിലെ, മുസ്ലിം വ്യക്തി നിയമത്തിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള, അനാഥരായിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ കുട്ടികളെ പട്ടിണിക്കിടുന്ന, അനാഥരാക്കുന്ന ഒരു ക്രൂരമായ നിയമം. ഈ 2 നിയമങ്ങളെയും കുറിച്ചാണ് വിശ്വാസിയായ ഈ പാവം ഉമ്മ കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നത്, ഈ നിയമം മാറ്റണം എന്ന്. ഇത് ഈ ഉമ്മയുടെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് കുടുംബങ്ങളിൽ സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ക്രൂരമായ നിയമം. പെൺകുട്ടികൾ മാത്രമാണ് ഒരു കുടുംബത്തിൽ അവകാശികളായി വരുന്നത് എങ്കിൽ ആ കുടുംബത്തിൻ്റെ അനന്തരാവകാശ സ്വത്ത് അന്യാധീനപ്പെട്ടു പോവുക എന്നുള്ള വളരെ യുക്തിഹീനമായിട്ടുള്ള, മനുഷ്യത്വരഹിതമായിട്ടുള്ള നിയമമാണ് ഈ മുസ്ലിം ശരീഅത്തിലുള്ളത്. ഓർക്കുക, ഒരു കുടുംബത്തിൽ 3 പെൺമക്കൾ അല്ലെങ്കിൽ 2 പെൺമക്കൾ അല്ലെങ്കിൽ ഒരു മകൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ, ആൺകുട്ടികളില്ല എങ്കിൽ, ഈ വാപ്പ മരിച്ചാൽ അല്ലെങ്കിൽ ഉമ്മ മരിച്ചാൽ വാപ്പയുടെയും ഉമ്മയുടെയും സ്വത്തിലുള്ള അവകാശം ഈ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഒരു മകൾ മാത്രമാണുള്ളതെങ്കിൽ ആകെ സ്വത്തിൻ്റെ പകുതി മാത്രം ഈ മകൾക്ക് കിട്ടും. ബാക്കി പകുതി മരിച്ചവരുടെ സഹോദരങ്ങൾക്ക് പോകും. മരിച്ച വാപ്പായുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഉമ്മയുടെ സ്വത്താണ്, ഉമ്മയാണ് മരിച്ചതെങ്കിൽ ഉമ്മയുടെ സഹോദരങ്ങൾക്കാണ് ഈ സ്വത്തുകൾ പോവുക.
അതേ സമയത്ത് ഈ കുടുംബത്തിൽ ബാപ്പ മരിക്കുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഉമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൺകുട്ടി പ്രസവിച്ച ഉടനെ ആയാലും ശരി, പ്രസവിച്ച് ഒരു മാസം പോലും തികഞ്ഞിട്ടില്ലെങ്കിലും ശരി, ഒരാൺകുട്ടി ആ കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്വത്തുക്കൾ മുഴുവൻ ഈ മക്കൾക്ക് കിട്ടും. ആ ആൺകുട്ടിക്കും ഈ പെൺകുട്ടികൾക്കും കൂടിയായിട്ട് കിട്ടും. അപ്പോൾ അന്യാധീനപ്പെട്ടു പോകുന്നില്ല, സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഈ സ്വത്ത് പോകുന്നില്ല. ഇവിടെ ആൺകുട്ടി ജനിച്ചിട്ടില്ല എന്ന ഒരൊറ്റ സാങ്കേതിക കാരണത്താൽ ഈ കുടുംബവുമായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഈ കുടുംബത്തെ സംരക്ഷിക്കുന്ന യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുത്തിട്ടില്ലാത്ത അന്യർ, തീർച്ചും അന്യർ എന്ന് പറയാവുന്ന ആളുകൾക്ക് ഈ സ്വത്തുക്കൾ പോവുകയും ഈ സ്വത്തിന് അവകാശികളായി, യഥാർത്ഥ അവകാശികളായ ഈ മക്കൾക്ക് ഇത് കിട്ടാതെ പോവുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഉമ്മയുടെ സ്ഥിതി തന്നെ നോക്കൂ. ഈ ഉമ്മയാണ് ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ മക്കളെ പോറ്റി വളർത്തിയത്, വീട് നിർമ്മിച്ചത്, വീടിൻ്റെ പണി പൂർത്തിയാക്കിയത്, ആ കുടുംബത്തെ സംരക്ഷിച്ചു പോരുന്നത്. ആ ഉമ്മയുടെ സാമ്പത്തിക നില വെച്ചുകൊണ്ട് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ ഉമ്മക്ക് കഴിയാത്തതുകൊണ്ട് ആ വീടും സ്ഥലവും തന്നെ ബാങ്കിൽ പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അവർ വീടിൻ്റെ പണിയും മറ്റും പൂർത്തിയാക്കി മക്കളെ കല്യാണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ഈ സ്ത്രീയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ആ സ്ത്രീക്കും അവരുടെ മക്കൾക്കും അവകാശപ്പെട്ട അവരുടെ ഭർത്താവ് ഗൾഫിൽ പോയി അധ്വാനിച്ച് സമ്പാദിച്ച അവരുടെ വീടും സ്വത്തും വിൽക്കാൻ നോക്കുമ്പോൾ അതിന് ഈ മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ അവകാശവും പറഞ്ഞ് വരുന്നത്. അത് കാരണം ഇവർക്കത് വിൽക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. ഇതിവിടെ മാത്രമല്ല. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ആളിപ്പോൾ അടുത്ത് പറഞ്ഞൊരു അനുഭവം പറഞ്ഞത്, അവർക്ക് ആ സുഹൃത്തിൻ്റെ സഹോദരിക്ക് കുറച്ച് ഭൂമി സ്വത്തും ഉണ്ടായിരുന്നു. നാഷണൽ ഹൈവേ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഭൂമിയിൽ നിന്ന് കുറച്ച് ഭൂമി സർക്കാർ അക്വയർ ചെയ്ത് പോയി. അതിനുശേഷം ആ സ്ത്രീ, ഈ ഭൂമിയുടെ ഉടമയായ സ്ത്രീ മരിച്ചു. അവർക്കും ഇതുപോലെ പെൺമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സർക്കാർ അക്വയർ ചെയ്ത ആ ഭൂമിയുടെ, നാഷണൽ ഹൈവേക്ക് വേണ്ടി കൊടുത്ത ഭൂമിയുടെ കോമ്പൻസേഷനായി പണം പാസ്സായി വന്ന സമയത്ത് ഈ കുട്ടികൾ, ഇവരുടെ മക്കൾ അത് വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് പറയുന്നത്, അത് വാങ്ങണമെങ്കിൽ ഉമ്മ മരിച്ചു പോയതുകൊണ്ട്, ഈ സ്വത്തിൻ്റെ അവകാശിയായി, ഈ സ്വത്തിൻ്റെ ഉടമയായിരുന്ന ഉമ്മ മരിച്ചു പോയതുകൊണ്ട്, ആ ഉമ്മയ്ക്ക് പെൺമക്കൾ മാത്രമായതുകൊണ്ട് ഇനി ഈ ഉമ്മയുടെ സഹോദരന്മാർ കൂടെ വന്നിട്ട് ഒപ്പിട്ടാൽ മാത്രമേ ഈ പണം വാങ്ങാൻ കഴിയൂ എന്ന്. അങ്ങനെ ഈ സഹോദരന്മാർ പിന്നെ നല്ല ആളുകളായതുകൊണ്ട് അവർ പോയി ഒപ്പിട്ട് കൊടുത്ത് ആ പണം വാങ്ങി ഈ കുട്ടികൾക്ക് കൊടുത്തു. നോക്കൂ, എത്ര യുക്തിഹീനമായിട്ടുള്ള ഒരു നിയമം. ഈ ഒരു കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലെ കുടുംബഘടനയും ഇന്നത്തെ ഒരു സാമ്പത്തിക ജീവിത വ്യവസ്ഥയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴാണ് ഇത് എത്രമാത്രം അശാസ്ത്രീയവും അപ്രായോഗികവുമാണ് എന്ന് നമുക്ക് ബോധ്യമാവുക. ഇങ്ങനെ പെൺമക്കൾ മാത്രം ജനിച്ചു എന്നതിൻ്റെ കാരണത്താൽ, ആൺകുട്ടി ജനിച്ചില്ല എന്ന കാരണത്താൽ സ്വന്തം സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഈ ഒരു മുസ്ലിം നിയമത്തിന് കീഴിലുള്ളത്. ഇതിനെ മറികടക്കാൻ വേണ്ടി മത നേതാക്കന്മാരടക്കം, ഇവിടുത്തെ മുജാഹിദ് സുന്നി ജമായത്ത് നേതാക്കന്മാരടക്കമുള്ള ആളുകളുടെ കുടുംബത്തിൽ ഇതുപോലെ പെൺമക്കൾ മാത്രമാണുള്ളതെങ്കിൽ അവർ ഈ നിയമത്തെ മറികടക്കാൻ, പച്ചയ്ക്ക് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിക്കാൻ, അള്ളാഹുവിൻ്റെ നിയമം എന്നാണല്ലോ പറയുന്നത്, അള്ളാഹുവിനെ പറ്റിക്കാൻ വേണ്ടി നിയമത്തിൻ്റെ പഴുതുകൾ അന്വേഷിച്ച് ഓടി നടക്കുകയും ഏതെങ്കിലും വക്കീലന്മാരെ മറ്റുള്ളവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ സ്വത്തുക്കൾ ഏതെങ്കിലും രീതിയിൽ തിരിമറി ചെയ്ത് തരികിട ചെയ്ത് വിറ്റിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്വന്തം മക്കളുടെ പേരിലാക്കിയിട്ട് പോകും. അത് ചെയ്യാൻ കഴിയുന്നവർ. പക്ഷെ മനുഷ്യൻ എപ്പോഴാണ് മരിക്കുക എന്നറിയാൻ പറ്റില്ല. ഏത് പ്രായത്തിൽ എപ്പോഴും മരിക്കാവുന്നത് കൊണ്ട് തന്നെ പലർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഉള്ള സ്വത്തിൽ ചെറിയൊരു ഭാഗം വസിയത്ത് ചെയ്യാനും മറ്റുമൊക്കെ പറ്റുന്നതുണ്ട്, ഇഷ്ടദാനം ചെയ്യാനൊക്കെ അല്ലേ. അത് മുഴുവൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ പോലും ചെയ്യാൻ അവസരം കിട്ടാതെ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആരാണ് ഈ സ്വത്തും അവകാശവും പറഞ്ഞുകൊണ്ട് ഓടി വരുന്നത്? ആരാണ്? മിക്കവാറും ഈ കുടുംബവുമായി യാതൊരു ബന്ധവും അതുവരെ ഇല്ലാതിരുന്ന, ഈ കുടുംബത്തിലെ കാര്യങ്ങളിൽ ഒരു തരത്തിലും സഹകരിക്കാതിരുന്ന, ഈ കുടുംബത്തിലെ കുട്ടികളെയും അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ള അംഗങ്ങളെയും ശത്രുക്കളായി കണ്ടിരുന്ന ആളുകൾ. മിക്കവാറും കുടുംബങ്ങളിൽ അങ്ങനെയാണ്. ഈ സഹോദരന്മാരെന്ന് പറയുന്നവർ പരസ്പരം ശത്രുക്കളൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ശത്രുക്കളായിട്ടുള്ള സഹോദരന്മാരാണ് ഓടി വന്നിട്ട് ഈ സ്വത്തിൽ അവകാശവാദം ഉന്നയിക്കുക.
ഈ മക്കളോടും ഈ മരിച്ചുപോയ സഹോദരനോടും അവരുടെ കുടുംബത്തോടും സ്നേഹമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഈ അവകാശം ചോദിക്കാൻ വന്നില്ല എന്ന് വരും. പക്ഷെ അവരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരോട് അത്തരത്തിലുള്ള വൈകാരിക ബന്ധങ്ങളോ ഒന്നും നിലനിർത്താത്ത, അവരോട് ശത്രുത ഉള്ളവരാണ് ഈ സഹോദരങ്ങളെങ്കിൽ അവരവകാശവും പറഞ്ഞ് ഓടിയെത്തും. മിക്ക കുടുംബങ്ങളിലും അങ്ങനെയാണ് സ്ഥിതി. എന്നിട്ട് ഇതിന് പറയുന്ന ന്യായമാണ് ഏറ്റവും വലിയ തമാശ. ഇന്ന് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇസ്ലാമിൻ്റെ ആളുകൾ ഓടി വന്നിട്ട് ഉത്തരവാദിത്തം അവർക്കാണ്, സംരക്ഷണ ചുമതല അവർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളും. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വവും അവർക്കില്ല, സംരക്ഷണ ചുമതല അവർക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നവരല്ല ഈ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നത് എന്നുള്ളതാണ് പ്രായോഗികമായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ഈ സംരക്ഷണ ചുമതല പറയുന്നതിൽ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കുടുംബത്തിൽ 3-4 പെൺമക്കൾ ഉണ്ട്. ആ പെൺമക്കൾ കുറച്ച് പ്രായമൊക്കെ ആയി, കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആയി. ആ സമയത്ത് ഈ ഉമ്മ ഒരു ആൺകുട്ടിയെ കൂടെ പ്രസവിക്കുന്നു വിചാരിക്കും. അങ്ങനെ ഉമ്മ ഈ ആൺകുട്ടിയെ പ്രസവിച്ച ഉടൻ തന്നെ ഈ വാപ്പ മരിച്ചു. അപ്പോൾ വാപ്പ മരിക്കുമ്പോൾ പ്രായമായ 3 പെൺമക്കളുണ്ട്, പിന്നെ ഉമ്മയുണ്ട്, ഈ ഉമ്മ പ്രസവിച്ച ചെറിയ ആൺകുട്ടിയുണ്ട്. ചിലപ്പോൾ 1 വയസ്സ് പോലും ആവാത്ത ഒരു ആൺകുട്ടി ഉണ്ടെന്ന്, വയസ്സ് എത്ര ആയിക്കോട്ടെ, ഇപ്പോൾ പുതുതായി പ്രസവിച്ച ഒരു ആൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. ഒരു പ്രശ്നവുമില്ല, സ്വത്തുക്കളെല്ലാം ആ കുടുംബത്തിന് കിട്ടും. അന്യരാരും വന്ന് സ്വത്തിന് അവകാശവാദം ഉന്നയിക്കില്ല. കാരണം അവസാനം ജനിച്ച കുട്ടി ആൺകുട്ടിയാണ് എന്നത്. ഇവിടെ സംരക്ഷണ ചുമതല ഉള്ളത് കൊണ്ടാണ് ഈ സ്വത്ത് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകാതിരിക്കുന്നതും എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ സംരക്ഷണ ചുമതലയുടെ വാദം ഉന്നയിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ജനിച്ച ഈ ഒരു ആൺകുട്ടി, ആ ആൺകുട്ടി ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇവർക്ക് സ്വത്ത് കിട്ടുന്നു. അതല്ലെങ്കിൽ ഈ പെൺമക്കൾക്ക് കിട്ടേണ്ട സ്വത്തിൻ്റെ 1/3 മരിച്ചയാളുടെ സഹോദരൻ തട്ടിക്കൊണ്ടുപോകുന്നു. അതിന് പറയുന്ന ന്യായം ഈ പെൺകുട്ടികളെയും അവരുടെ ഉമ്മാനെയും സംരക്ഷിക്കേണ്ട ചുമതല ഈ സഹോദരനാണ് എന്നാണ്. എന്നാൽ ഈ സഹോദരൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഉമ്മ, സഹോദരൻ മരിക്കുന്നതോടുകൂടി ജീവിച്ചിരിക്കുന്ന സഹോദരന് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അന്യ സ്ത്രീയാണ്. ആ അന്യ സ്ത്രീയെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും അയാൾക്കില്ല. അത് അസാധ്യവുമാണ്. പിന്നെ അയാൾ സംരക്ഷിക്കുകയാണെങ്കിൽ തന്നെ ഈ മക്കളെ മാത്രമേ സംരക്ഷിക്കുകയുള്ളൂ, ഈ പെൺമക്കളെ. ഇനി ഇവിടെ ഒരു കുട്ടി, ബാപ്പ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ആൺകുട്ടി ജനിച്ചു, ഒരു ചെറിയ ആൺകുട്ടി ജനിച്ചു എന്നിരിക്കുക. ആ ജനിച്ച ആൺകുട്ടി ജനിച്ച ഉടനെ ഈ പെങ്ങന്മാരെയും ഉമ്മാനെയും സംരക്ഷിക്കുമെന്നാണോ പറയുന്നത്? പിന്നെ ആര് സംരക്ഷിക്കാനാണ് ഇവർക്ക് ഈ സ്വത്ത് ഇവർക്ക് കൊടുക്കുന്നത്? അപ്പം മുഴുവൻ സ്വത്തും കിട്ടുന്നുണ്ട്. ഈ ആൺകുട്ടി ജനിച്ചു എന്ന കാരണം കൊണ്ട് മുഴുവൻ സ്വത്തും ഈ മക്കൾക്ക് കിട്ടുന്നുണ്ട്, ഈ ഉമ്മാക്ക് കൈകാര്യം ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ജനിച്ച ആൺകുട്ടി ഈ പ്രായമായ പെങ്ങന്മാരെയും ഉമ്മാനെയും സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടാണോ ഈ ആൺകുട്ടിക്ക് ഈ സ്വത്ത് കൊടുക്കുന്നത്? ആ കുട്ടിക്ക് എന്നാണ് ഇവരെ സംരക്ഷിക്കാനാവുക? അപ്പോൾ അതിന് മുമ്പ് അവരെ സംരക്ഷിക്കണ്ടേ? ആരാണ് ഇവരെ സംരക്ഷിക്കാനുള്ളത്? ആരും സംരക്ഷിക്കാനില്ല. അപ്പോൾ അവിടെ സ്വത്തുണ്ട്. ആ സ്വത്തുള്ളത് കൊണ്ട് അവർക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയും. അത് തന്നെയല്ലേ നമ്മളും പറയുന്നത്. സ്വയം സംരക്ഷിക്കാൻ ഈ പെൺകുട്ടികൾക്കും ഉമ്മാക്കും കഴിയുമെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് അവർക്ക് കൊടുക്കല്ലേ വേണ്ടത്. പിന്നെ സംരക്ഷിക്കേണ്ട യാതൊരു ബാധ്യതയില്ലാത്ത ആങ്ങളമാർ ഇത് കൊണ്ടുപോകുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ മുസ്ലിം നിയമം അനുസരിച്ച് മക്കളില്ലാത്ത ദമ്പതികളിൽ ഒരാൾ മരിച്ചു വിചാരിക്കാം. ഭർത്താവ് മരിച്ചു. ഈ ഭാര്യയ്ക്ക് കിട്ടുക എത്രയാണ്? ഭർത്താവിൻ്റെ സ്വത്ത് 4/1 കിട്ടും. ബാക്കി സ്വത്ത് ആർക്കാണ് പോകുന്നത്? ബാക്കി സ്വത്ത് പോകുന്നത് 4/3 പോകുന്നത് മരിച്ചയാളുടെ സഹോദരന്മാർക്കാണ്. ഈ മരിച്ചയാളുടെ സഹോദരന്മാർക്ക് ഈ മരിച്ചയാളുടെ ഭാര്യ അന്യ സ്ത്രീയാണ്. ആ അന്യ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള എന്ത് ചുമതലയുള്ളത്? അങ്ങനെ മരിച്ച സഹോദരൻ്റെ ഭാര്യയെ സഹോദരന്മാർ സംരക്ഷിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിയമമുണ്ടോ? അന്യ സ്ത്രീയായ ഈ സഹോദരൻ്റെ ഭാര്യയെ സംരക്ഷിക്കാനുള്ള വല്ല വകുപ്പും നിയമവും ഇസ്ലാമിലുണ്ടോ? ഇല്ല. അപ്പോൾ ഈ സംരക്ഷണ ചുമതല എന്നുള്ളതൊരു പൊള്ളയായ വാദമാണ്. അങ്ങനെ ഒരു വാദം ഇന്ന് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ന്യായീകരണ തൊഴിലാളികളായ മതനേതാക്കൾ പറയുന്നു എന്നല്ലാതെ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംരക്ഷണ ചുമതലയുമായി ബന്ധപ്പെട്ടല്ല ഈ നിയമം നിലനിൽക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞത്. ഭർത്താവ് മരിച്ചു, ഭാര്യ മാത്രമേ ഉള്ളൂ, വേറെ അവകാശികൾ മക്കളൊന്നുമില്ല എങ്കിൽ ആ മരിച്ച ഭർത്താവിൻ്റെ സ്വത്തിൽ കേവലം 4/1 മാത്രമാണ് ഈ ഭാര്യയ്ക്ക് കിട്ടുക.
ബാക്കി 4/3 മരിച്ചയാളുടെ സഹോദരന്മാർക്ക് പോകും. ആ സഹോദരന്മാർക്ക് ഈ അന്യ സ്ത്രീയായ മരിച്ച സഹോദരൻ്റെ ഭാര്യയെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്വത്ത് 4/3 ഭാഗവും തട്ടിയെടുത്തുകൊണ്ട് ഇവർ പോകുന്നത്? അപ്പോൾ സംരക്ഷണ ചുമതലയല്ല പ്രശ്നം എന്ന് ഉറപ്പാണ്. ഇനി മക്കളില്ലാത്ത ദമ്പതികളിൽ ഭാര്യയാണ് മരിക്കുന്നത് വിചാരിക്കാം. ഈ ഭാര്യയ്ക്ക് കുറച്ച് സ്വത്തുണ്ട്. ഈ മരിച്ച ഭാര്യയുടെ സ്വത്ത് ആർക്കാ പോവുക? ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, ഭാര്യ മരിച്ചു, മക്കളും അവകാശികളും ഇല്ല. ഈ ഭാര്യയുടെ സ്വത്ത് ആർക്കാ പോവുക? ആ സ്വത്തിൻ്റെ പകുതി ഭർത്താവിന് പോകും, ബാക്കി പകുതി ആങ്ങളമാർക്ക് പോകും. മരിച്ചുപോയ സഹോദരിയാണ്. ആ മരിച്ചുപോയ സഹോദരിയുടെ സ്വത്തിൻ്റെ പകുതിയാണ് ഇവിടെ ആങ്ങളമാർക്ക് കിട്ടുന്നത്. അവിടെ ആ ആങ്ങളമാർക്ക് ആരെ സംരക്ഷിക്കാനാണ് ഈ പകുതി കൊടുക്കുന്നത്? ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവിനെ അവർ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ മരിച്ച സ്ത്രീ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ആരെ സംരക്ഷിക്കാനാണുള്ളത്? ആരെയും സംരക്ഷിക്കാനല്ല ഈ സ്ത്രീയുടെ സ്വത്തുക്കൾ അവർ കൊണ്ടുപോകുന്നത്. ഭാര്യ മരിച്ചു, ഭാര്യയുടെ സ്വത്തിന് അവകാശികളായിട്ട് വരുന്നത് ആങ്ങളമാരാണ്. ഈ ആങ്ങളമാർക്ക് ഈ സ്വത്ത് കൊടുക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ്? മരിച്ച സഹോദരിയെ ഇനി സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, ആ സഹോദരിയുടെ ഭർത്താവിനെയും ഇവരാരും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആരെ സംരക്ഷിക്കാനാണ് ഈ സ്വത്ത് അവർക്ക് കൊടുക്കുന്നത്? അപ്പോൾ സംരക്ഷണ ചുമതല എന്ന ഒരു ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മുസ്ലിം വ്യക്തി നിയമത്തിൽ ഈ സ്വത്തവകാശം അല്ലെങ്കിൽ ഈ സ്വത്ത് കൈമാറ്റം നിയമങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. അതൊരു പൊള്ളയായ വാദം മാത്രമാണ്. ഇവിടെ ഈ സ്ത്രീ, ഈ താനൂർ സ്വദേശിയായ ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്നതാണ് വാസ്തവം. ഇന്നത്തെ നമ്മുടെ കുടുംബ ജീവിത വ്യവസ്ഥ അനുസരിച്ച്, ഇന്നത്തെ ജീവിത വ്യവസ്ഥ അനുസരിച്ചാണ് ഇന്നത്തെ നിയമങ്ങൾ ഉണ്ടാവേണ്ടത്. അതാണ് നിയമങ്ങളുടെയും സദാചാര ധാർമ്മിക സങ്കല്പങ്ങളുടെയൊക്കെ പ്രശ്നം. ഓരോ കാലഘട്ടത്തിലെയും സാമൂഹ്യ ഘടന എങ്ങനെ വികസിച്ചു പോകുന്നു, ജീവിത രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതിനനുസരിച്ച് നിയമങ്ങളും വ്യവസ്ഥകളും സദാചാര ചട്ടങ്ങളും ഒക്കെ മാറി മാറി വരേണ്ടതാണ്. അങ്ങനെ വരേണ്ട ഒരു മാറ്റമാണ് ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയിൽ. ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരു കുടുംബനാഥൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നത് ആ കുടുംബത്തിലെ സ്ത്രീകൾക്കാണ്, ആ കുടുംബത്തിലെ കുടുംബനാഥയായിട്ടുള്ള അമ്മയ്ക്കാണ്. അപ്പോൾ ആ അമ്മ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുകയും മക്കളെ സംരക്ഷിക്കുകയും കുടുംബം പോറ്റുകയും ഒക്കെ ചെയ്യുകയും, എന്നാൽ ഈ മരിച്ചയാളുടെ സ്വത്തിലുള്ള അവകാശങ്ങൾ ഈ കുടുംബത്തിൻ്റെ സംരക്ഷണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അന്യർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നതാണ് ഈ നിയമത്തിലുള്ളത്. ആ നിയമം മാറേണ്ടതാണ്. കാരണം ആ മരിച്ച വ്യക്തിയുടെ കുടുംബം എന്ന് പറയുന്നത് അയാളുടെ ഭാര്യയും മക്കളുമാണ്. അല്ലെങ്കിൽ സ്ത്രീയാണ് മരിച്ചതെങ്കിൽ ആ സ്ത്രീയുടെ കുടുംബം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവും മക്കളുമാണ്. ആ സ്വത്തുക്കൾ മുഴുവൻ അവർക്ക് നൽകുക എന്നുള്ളതാണ് ന്യായം. അല്ലാതെ സഹോദരന്മാർക്കോ അല്ലെങ്കിൽ അകന്ന ബന്ധുക്കൾക്കോ ഈ സ്വത്ത് കൊടുക്കുന്നതിൽ യാതൊരു ന്യായവുമില്ല. അവരാരും തന്നെ ഇവരെ സംരക്ഷിക്കാൻ വരുന്നുമില്ല. ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും അവർക്കില്ല. ഉത്തരവാദിത്വം അവർക്ക് ഉണ്ട് എന്നും ബാധ്യത അവർക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നത് ഈ സംസാരിച്ച സ്ത്രീയുടെ ഉദാഹരണത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം അവരുടെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആ വീട് തന്നെ പണയം വെച്ച് അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നത് വേറെ ആരും അവരെ സഹായിക്കാനില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ എന്നാൽ ഈ വീട് നന്നാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഈ ആങ്ങളമാരാരും അവർക്ക് ഒരു പൈസയും കൊണ്ടൊന്നും എടുത്തിട്ടില്ല. ആങ്ങളമാരാരും അവരെ സംരക്ഷിക്കാനോ അവരുടെ മക്കളെ കാര്യം നോക്കാനോ ഒന്നിനും വന്നിട്ടില്ല. അവർ അവരുടെ കുട്ടികളെ വളർത്തുന്നു, അവരുടെ വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, കുടുംബം സംരക്ഷിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലക്ക്, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എന്ന നിലക്ക് ആ കുടുംബത്തിന് മുഴുവൻ സംരക്ഷണ ചുമതലയും അവരാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചയാളുടെ സ്വത്തുക്കൾ മുഴുവൻ ആ സ്ത്രീക്കും ആ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അതിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഓടിവരുന്ന ആങ്ങളമാർ, അവരുടെ സഹോദരങ്ങൾ ഈ കുടുംബത്തിൻ്റെ സംരക്ഷകരല്ല. ആ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹല്ല് കമ്മിറ്റിയോ ഒരു മതമോ അവരെ അതിന് നിർബന്ധിക്കുകയും ചെയ്യുന്നില്ല. എവിടെയും അത് കണ്ടിട്ടില്ല. നിങ്ങൾ ഈ കുട്ടികളെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു മതവും രംഗത്ത് വരുന്നില്ല. നേരെ മറിച്ച് ആ സ്വത്ത് വീതം വെക്കുന്നിടത്ത് അവർ കോടതിയിൽ പോയിട്ട് അവകാശം പറഞ്ഞുകൊണ്ട് ഈ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. അവിടെ മതം ഈ ചൂഷകർക്ക് കൂട്ടുനിൽക്കുന്നു, ഈ അന്യായത്തിന് കൂട്ടുനിൽക്കുന്നു. ഈ അനാഥരായ കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. വാപ്പ ആദ്യം മരിച്ച് അനാഥരായി എന്ന ഒറ്റ കാരണം കൊണ്ട്
വാപ്പാൻ്റെ വാപ്പയിൽ നിന്ന് കിട്ടേണ്ട സ്വത്തുക്കളൊന്നും തന്നെ ഈ കുട്ടികൾക്ക് കിട്ടാതെ അനാഥരായ കുട്ടികൾ കൂടുതൽ അനാഥത്വത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളി വിടുന്ന നിയമമാണ് ഈ മതനിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിനൊക്കെ എന്ത് ന്യായം പറഞ്ഞിട്ടാണ് ഇവർക്ക് വെളുപ്പിക്കാൻ കഴിയുക? അനാഥരോട് വലിയ പ്രിയം കാണിച്ച മതമാണ്, അനാഥ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ് എന്നൊക്കെ തള്ളിമറിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഇതിനും ന്യായീകരണങ്ങളുമായിട്ട് വരുന്നത്. പ്രാതിനിധ്യ സ്വഭാവമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാങ്കേതികവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിൽ നിരവധി കുടുംബങ്ങളിൽ നമ്മൾ കാണുന്ന ഈ യാഥാർത്ഥ്യം ഇതാണ്. ഈ അനാഥരായി പോയി എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് കുടുംബ സ്വത്തിൽ പോലും അവകാശങ്ങൾ ലഭിക്കാതെ ഈ അനാഥ കുട്ടികൾ കൂടുതൽ അനാഥത്വത്തിലേക്ക് തള്ളിവിടപ്പെടുന്നു എന്നതാണ് നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. അതും ഈ ഒരു മതനിയമത്തിൻ്റെ വിക്ടിംസായി മാറി എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് ഇത്തരം മതനിയമങ്ങൾ ഇന്നത്തെ കുടുംബ വ്യവസ്ഥക്കനുസരിച്ച്, ഇന്നത്തെ സാമൂഹ്യ ഘടനക്കനുസരിച്ച്, ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക നീതിബോധത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയേ തീരൂ. ആ മാറ്റങ്ങൾ വരുത്താൻ ഈ മതപുരോഹിതന്മാരുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് ജനാധിപത്യ ഭരണകൂടങ്ങളോടും നിയമവ്യവസ്ഥയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മതപുരോഹിതന്മാർ അവരുടെ മതത്തിൽ എഴുതി വെച്ചിട്ടുള്ള പൊള്ളത്തരങ്ങളെ ന്യായീകരിക്കാനും അതിനു വേണ്ടിയിട്ട് ശബ്ദിക്കാനും മാത്രമേ തയ്യാറാവുകയുള്ളൂ. അവിടെ നീതിക്കോ ന്യായത്തിനോ നന്മയ്ക്കോ വേണ്ടി ഒരിക്കലും അവർ ശബ്ദിക്കില്ല. ആ രീതിയിൽ ചിന്തിക്കാൻ അവർക്ക് അവകാശവുമില്ല. അതാണ് മതം മനുഷ്യരോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത്. ഈ മതം ഉണ്ടാക്കിയത് 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നാണ്. ആ ഗോത്ര മനുഷ്യൻ്റെ മുമ്പിൽ വന്നു പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അങ്ങേർക്ക് അപ്പോൾ മനസ്സിൽ തോന്നിയ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചതാണ് ഇസ്ലാം മതത്തിലെ നിയമങ്ങളായിട്ട് വന്നത്. അങ്ങേരുടെ മുമ്പിൽ വരാത്ത പല പ്രശ്നങ്ങളും ഈ മതത്തിൽ നിയമങ്ങളായി വന്നിട്ടുമില്ല. അത്തരം പല പ്രശ്നങ്ങൾക്കും പിന്നീട് നിയമങ്ങൾ ഉണ്ടാക്കി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വന്നു. ഖുറാനിലോ ഹദീസിലോ നബിവചനങ്ങളിലോ ഒന്നും കാണാത്ത പരിഹാര മാർഗങ്ങൾ പിന്നീട് ആളുകൾ അവരുടെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ച് കണ്ടുപിടിച്ച എത്രയോ നിയമങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഖുറാനിലും ഹദീസിലും ഒക്കെ വന്നു കഴിഞ്ഞു എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പെൺമക്കൾക്ക് പകുതി ആൺമക്കൾക്ക് ഇരട്ടി എന്നതുപോലുള്ള ലിംഗപരമായിട്ടുള്ള വിവേചനമൊക്കെ നിലനിർത്തുന്ന നിയമങ്ങളെ ഇന്നും മൗലികവാദികൾ അടയിരുന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അന്ന് വലിയ കാര്യമായിരുന്നു എന്നൊക്കെ ന്യായീകരിക്കുന്നവരുണ്ട്. ആയിക്കോട്ടെ, അന്ന് സ്ത്രീകൾക്ക് സ്വത്തവകാശമേ ഇല്ലായിരുന്നു, അന്ന് അവർക്ക് പകുതി കൊടുക്കാൻ പറഞ്ഞു, അത് വലിയ കാര്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സത്ത ആ ഒരു പറഞ്ഞ യുക്തിയുടെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ചെയ്യേണ്ടതെന്താണ്? ഇന്ന് സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നതാണ് ആധുനിക മനുഷ്യൻ്റെ മൂല്യസങ്കല്പം. അതിനനുസരിച്ച് ഈ മതനിയമം മാറ്റിയിട്ട് തുല്യമായിട്ടുള്ള അവകാശങ്ങൾ നൽകാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ അനാഥരായ കുട്ടികൾ അനാഥരായി പോകുന്നു എന്നത് മുഹമ്മദ് നബിയുടെ മുമ്പിൽ ഒരു പക്ഷേ അത്ര ഒരു വിഷയം വരാത്തതുകൊണ്ടോ അങ്ങേർക്ക് അതൊരു കാര്യമായിട്ട് തോന്നാത്തതുകൊണ്ടോ ആണ് അങ്ങനൊരു നിയമം ഇതിനകത്ത് വന്നുപെട്ടത്. അതൊക്കെ കാലം മാറി, കുടുംബ വ്യവസ്ഥ മാറി, സാമൂഹിക ഘടന മാറി, അതിനനുസരിച്ച് ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതാണ്. പല മുസ്ലിം രാജ്യങ്ങളിലും മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ മതേതര ജനാധിപത്യ രാജ്യത്ത് മാറ്റാൻ പാടില്ല എന്ന് ശാഠ്യം പിടിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. മാറ്റിയേ തീരൂ എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. അതുതന്നെയാണ് വിശ്വാസിയായ ഈ പാവം ഉമ്മ നമ്മളോട് കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നത്.